വെൽക്കം ടു എക്സാംസ് ഡെയിലി. ഹായ്, ഐ ആം ലിയ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജംബിൾ സെന്റൻസിന്റെ കുറച്ച് ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ആണ്. നമുക്കറിയാം, നമ്മൾ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഒന്നാണ് ഇംഗ്ലീഷിലെ ജംബിൾ സെന്റൻസ് എന്ന് പറയുന്നത്. സോ എനിക്കറിയാം, നിങ്ങളിപ്പോൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് എക്സാംസ് ഡെയിലിയിൽ അവൈലബിൾ ആണ്. യു ക്യാൻ കോൺടാക്ട് ദ ഗിവൻ നമ്പർ. ഇതുപോലെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസസും എക്സാംസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും ഓൺലൈൻ ക്ലാസ്സസും എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ക്ലാസ് സെഷൻസ് തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് SSC എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സും പ്രാക്ടീസ് സെഷൻസും എല്ലാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതേപോലെയുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതിന് എക്സാംസ് ഡെയിലിയിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സസ് അവൈലബിൾ ആണ്, തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്ലിയർ? സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജംബിൾഡ് സെന്റൻസസ് ആണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ജംബിൾഡ് സെന്റൻസ്? നമുക്കറിയാം, ഒരു സെന്റൻസ് മേക്കിംഗ് അല്ലെങ്കിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെന്റൻസിനെ എന്തൊക്കെയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സെന്റൻസിന്റെ സ്ട്രക്ചർ പല തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എഗ്രിമെന്റിൽ നമുക്ക് ഒരു സെന്റൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സിൽ നമുക്ക് ഒരു സെന്റൻസിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള സെന്റൻസസിനെ അല്ലെങ്കിൽ നമുക്ക് ജംബിൾഡ് സെന്റൻസ് എന്ന് പറയുന്നത് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് വേയിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെന്റൻസിന്റെ എന്തെങ്കിലും ഒരു ഫ്രാഗ്മെന്റഡ് വേയിൽ തന്നിരിക്കുന്നതായിരിക്കും നമ്മുടെ സെന്റൻസ്. നമ്മൾ ജംബിൾഡ് വേയിൽ കിടക്കുന്ന സാധനത്തിനെ നന്നായിട്ട് കൂട്ടിച്ചേർക്കുക, നന്നായിട്ട് മീനിങ് ഫുൾ ആക്കി എടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ജംബിൾഡ് സെന്റൻസിന്റെ ക്വസ്റ്റൻ ആൻസറിൽ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ജംബിൾഡ് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഫ്യൂ ക്ലാസ്സസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റൻ ആൻസർ സെക്ഷൻസ് ആണ്, അല്ലെ? സോ ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റൻ ആൻസർ സെക്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സെന്റൻസിൽ ബ്ലാങ്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലാങ്ക് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓൾ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്നും നമ്മൾ അത്ര കാര്യമായിട്ട് നോക്കേണ്ടി വരുന്നില്ല. ഒന്നെങ്കിൽ മീനിങ് വൈസ്, അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് സ്പീച്ച് വൈസ്, അല്ലെങ്കിൽ ഏത് ടെൻസ് വൈസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് എഗ്രിമെന്റിൽ കിടക്കുന്ന കറക്റ്റ് പൊസിഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ സെന്റൻസസ് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജംബിൾഡ് സെന്റൻസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് വേർത്ത് ആയിട്ട് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എക്സസൈസ്. ക്ലിയർ? സോ നമുക്ക് ക്വസ്റ്റൻ ആൻസർ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഹിയർ ഓൾറെഡി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഒന്നുകൂടി പറയുകയാണ്. അതായത് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടാലന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ വളരെ കീനായിട്ട് തറവായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ ടാസ്ക് ഹിഡൻ ഇൻ എ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടാസ്ക്. ഓക്കെ, അവിടെ ചെയ്യിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണെങ്കിലും ജംബിൾഡ് സെന്റൻസ് ആണെങ്കിലും ഒരു പക്ഷേ നമുക്ക് തരുന്നത് ഒരു പെർട്ടിക്കുലർ പാസേജ് ആയിരിക്കും. ആ പാസേജിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. എന്നാൽ നമുക്ക് കാണുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്, ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് സം ക്വസ്റ്റ്യൻസ് ബിലോ. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം. ഇത് ജംബിൾഡ് സെന്റൻസിൽ കിടക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമാറ്റിലുള്ളതാണോ എന്നൊക്കെ. സോ നമ്മൾ ക്വസ്റ്റ്യനുമായിട്ട് ഫെമിലിയർ ആയിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഹിയർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് തന്നിരിക്കുന്ന ഡയറക്ഷൻസ് എന്നെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. In the question below, a sentence has been broken down into 4 fragments labeled A, B, C, and D, and arranged not necessarily in the correct order. You have to find the correct order of arrangements from the options given below. In case the sentence is correct in this original form, please select E as your answer.
കണ്ടോ, നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസിനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട്, അതായത് എ ബി സി ഡി എന്ന് ലേബൽ ചെയ്ത്, എ ബി സി ഡി എന്ന് ലേബൽ ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഒരു സെന്റൻസിന്റെ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് ആയിരിക്കും, അല്ലായിരിക്കാം, മേ ഓർ മേ നോട്ട് ബി കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആയിരിക്കാം, അല്ലാതെ ഇരിക്കാം. നമ്മളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്യുക. ഓക്കെ, മീനിങ് ആയിട്ട് കറക്റ്റ് ഓർഡറിൽ ഇത് അറേഞ്ച് ചെയ്യുക. ആൻഡ് ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് കറക്റ്റ് ഓർഡറിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നോ റീ അറേഞ്ച്മെന്റ് നീഡഡ് എന്ന ഓപ്ഷൻ ഇ നമുക്ക് ചൂസ് ചെയ്യാം. അഥവാ എന്തെങ്കിലും കറക്ഷൻസ് ഇതിലുണ്ട്, ഇതിന്റെ ഓർഡർ ഇങ്ങനെയല്ല, നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഓർഡർ വേറെയാണ് എങ്കിൽ ആ ഒരു ഓർഡർ ഇപ്പോ എ ഡി സി ബി, ബി സി ഡി എ എന്നൊക്കെ പറഞ്ഞൊരു സീക്വൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻസ് മുൻപും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഓൾറെഡി ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ്, ഫോളോ അപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിൽ വന്നിട്ടുള്ളതാണ്. എഗെയിൻ നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ ആയതുകൊണ്ട് ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. From here to here, this is a single sentence and it is fragmented into 4 different sections. ഒന്ന് നോക്കാം എന്താണ് ഇതിന്റെ മീനിങ്, അല്ലാണ് എന്താണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നൊന്ന് വായിച്ചു നോക്കാം. Constructed roles for women, place them in the, അവിടെ വരെ ഒരു ഫ്രാഗ്മെന്റ്. Then domestic sphere and prevents them undertaking. Okay, അത് ബി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് designate for men, that is a C segment. In traditional patriarchal societies, the culturally, that is the D segment. Clear? So A എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. Constructed role for women places them in the, അവിടെ വരെ A segment. Domestic sphere and prevents them from undertaking, അതുവരെ B എന്ന് പറയുന്ന സെഗ്മെന്റ്. Social, economic and political activities designated for men എന്ന് പറയുന്നത് C എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. In traditional patriarchal societies, the culturally എന്ന് പറയുന്ന അത്രയും വരെ D എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഓക്കെ, സോ ഹിയർ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? എ എന്ന് പറയുന്ന സെഗ്മെന്റ് നോക്കാം. കൺസ്ട്രക്റ്റഡ് റോൾ ഫോർ വുമൻ. കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, സോ ആ ഒരു സെഗ്മെന്റ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാം. ബി എന്ന സെഗ്മെന്റ് നോക്കിക്കേ, ഡൊമസ്റ്റിക് സ്ഫിയർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡൊമസ്റ്റിക് സ്ഫിയർ ആൻഡ്, അവിടെയും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു വകുപ്പ് കാണാനില്ല. ദെൻ സി എന്ന് പറയുന്ന സെഗ്മെന്റ് ആണെങ്കിലും സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ അവിടെയും വേറെ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് കാണുന്നത്. ദെൻ ഡി സെഗ്മെന്റ് നോക്കാം, ഇൻ ട്രഡീഷണൽ. ഓക്കെ, അവിടെ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇൻ ട്രഡീഷണൽ പാട്രിയാർക്കൽ സൊസൈറ്റീസ്, ദ കൾച്ചറലി. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം, ഓപ്ഷൻ ഡി എന്ന സെഗ്മെന്റിൽ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇൻ ട്രഡീഷണൽ പാട്രിയാർക്കൽ സൊസൈറ്റീസ്, ദ കൾച്ചറലി. ഓക്കെ, സോ കൾച്ചറലി കഴിഞ്ഞിട്ട് ഇനി എന്ത് വേണം, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത്. കൾച്ചറലി ഡൊമസ്റ്റിക് എന്ന് പറയില്ല. ഓപ്ഷൻ ബി നോക്കുക, കൾച്ചറലി ഡൊമസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. കൾച്ചറലി സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എന്നും പറയാൻ പറ്റില്ല. ദെൻ എന്ത് നമുക്ക് പറയാൻ പറ്റും? കൾച്ചറലി കൺസ്ട്രക്റ്റഡ് റോൾ ഫോർ വുമൻ പ്ലേസസ് ദം ഇൻ ദ. അവിടെ നമുക്കൊരു കൊഹിറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ എങ്ങനെ വരും സ്റ്റേറ്റ്മെന്റ്? ഇൻ ദ ട്രഡീഷണൽ പാട്രിയാർക്കൽ സൊസൈറ്റീസ്,
the culturally constructed role for women places them in the. Okay, so നമുക്ക് first statement D, then second segment A എന്നും കിട്ടി. ഇനി ഈ A കഴിഞ്ഞിട്ട്, അതായത് constructed role for women place them in the കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? In the social, economic and political activities for men എന്ന് പറയില്ല. ഓപ്ഷൻ ബി നോക്കാം, സോറി സെഗ്മെന്റ് ബി നോക്കാം. Domestic sphere and prevents them from undertaking social, economic and political activities designated for men. So here ഇവിടെ ബാക്കിയുള്ളതിന് നമുക്കൊരു കൊഹറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻ ദ കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ? സോ ഇങ്ങനെ വരും. ഫസ്റ്റ് വൺ ഡി എന്ന് പറഞ്ഞ സെഗ്മെന്റ്, ദാറ്റ് ഈസ് ഇൻ ട്രഡീഷണൽ patriarchal societies, the culturally constructed role for women places them in the domestic sphere and prevents them from undertaking social, economic, political activities designated for men. Clear? In traditional patriarchal societies, traditional ആയിട്ടുള്ള patriarchal societies കൾച്ചറലി കൺസ്ട്രക്റ്റഡ് റോൾ, അതായത് കൾച്ചറൽ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ സംസ്കാരം എന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തൊരു റോൾസ് വെച്ചിട്ടുണ്ട്. ആർക്ക്? ഫോർ വുമൻ. ഓക്കെ, വുമന് നമ്മൾ പ്ലേസ് ചെയ്യുന്ന റോൾസ്, പ്ലേസ് ദം ഇൻ ദ ഡൊമസ്റ്റിക് സ്ഫിയർ. ഓക്കെ, നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, നമ്മുടെ പുരുഷ മേധാവിത്വമുള്ള സൊസൈറ്റിയിൽ വുമന് കൾച്ചറലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സ്പേസ്? ഡൊമസ്റ്റിക് സ്ഫിയറിലാണ്, അതായത് വീടിനകത്ത് കഴിയുക, ഡൊമസ്റ്റിക് സ്ഫിയറിലാണ് അവരുടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് പ്രിവെന്റ്സ് ദം ഫ്രം അണ്ടർടേക്കിംഗ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഡെസിഗ്നേറ്റഡ് ഫോർ മെൻ. ആൻഡ് ഇങ്ങനെ ഒരു നമ്മൾ കൾച്ചറലി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു എന്താണ്? കൾച്ചറലി കൺസ്ട്രക്റ്റഡ് റോൾ. ഓക്കെ, കൾച്ചറൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ലോ അബൈഡിങ് റോൾ അല്ല. നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു റോൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് എന്തിൽ നിന്ന് അവരെ പ്രിവെന്റ് ചെയ്യുക? അവരെ സോഷ്യലും എക്കണോമിക്കും പൊളിറ്റിക്കും, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പുരുഷന് എന്ന് പറഞ്ഞ് ഡെസിഗ്നേറ്റ്, പുരുഷന് മാത്രം കൈയടക്കി വെക്കാവുന്ന, പുരുഷന്റെ അവകാശത്തിലുള്ള അല്ലെങ്കിൽ പുരുഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബിലേക്കും ഒരു ഡെസിഗ്നേഷൻസിലേക്കും അവരെ കടത്താതെ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ദ കറക്റ്റ് മീനിങ്ഫുൾ സെന്റൻസ് ഹിയർ. ഓക്കെ, ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മീനിങ് കിട്ടുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്രാഗ്മെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വായിക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് മീനിങ് ഈ ഒരു സെന്റൻസിന് കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ കറക്റ്റ് ഓർഡറിൽ, ഇപ്പോ ഡി കഴിഞ്ഞിട്ട് നമ്മൾ എ എഴുതി, ആൻഡ് അതർ ആർ ഇൻ ദ കറക്റ്റ് ഓർഡർ. സോ എ, ബി ആൻഡ് സി എന്ന ഓർഡറിൽ ഈ മൂന്നും നമുക്ക് കറക്റ്റ് കൊഹിറൻസിൽ കിട്ടി. എന്നാൽ ഡി എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ക്ലിയർ? സോ ഇങ്ങനെ നമ്മളൊരു കറക്റ്റ് ഓർഡറിൽ പറയുമ്പോൾ മാത്രമേ ഈ സെന്റൻസിന് മീനിങ് കിട്ടുന്നുള്ളൂ, അല്ലെ? ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അല്ലാതെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കിടക്കുമ്പോൾ ഇതിന് യാതൊരു മീനിങ്ങും കിട്ടുന്നില്ല. ക്ലിയർ? സോ മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് കിട്ടി. അതിന്റെ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ഡി, എ, ബി, സി എന്നുള്ളതാണ്. എ, ഡി, സി, ബി വരില്ല. ബി, സി, ഡി, എയും വരില്ല. ഡി, എ, ബി, സി, ഡി, എ, ബി, സി, ഡി, എ, ബി, സി എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ ആണ് എന്ത്? റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോ അറേഞ്ച്മെന്റ് റിക്വയർഡ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഒരു ബ്ലണ്ടർ ആയിട്ടാണ് കിടക്കുന്നത്. മീനിങ് ആയിട്ട് യാതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വെറുതെ കിടക്കുന്ന സെഗ്മെന്റ്സ്, ഫ്രാഗ്മെന്റ്സ് ഓഫ് എ സെന്റൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ഓപ്ഷൻ ഹിയർ ഇസ് ഡി, എ, ബി, സി. ക്ലിയർ അല്ലേ? സെന്റൻസിന്റെ കറക്റ്റ് മീനിങ്ങും കൊഹിറൻസ് ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. ക്ലിയർ? ഇങ്ങനെ വേണം ഒരു സെന്റൻസിന്റെ, ജംബിൾഡ് ആയിട്ട് കിടക്കുന്ന സെന്റൻസിനെ നമ്മൾ യോജിപ്പിച്ച് ഒരു ഫൈനൽ ആൻസർ നമുക്ക് കിട്ടാനായിട്ട്. ക്ലിയർ ആണോ?
സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ അതിന്റെ ഡയറക്ഷൻസ് തന്നിരിക്കുന്നത് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാൻ. Question number 2. In this question, a sentence has been divided into 5 parts. Okay. The parts given as bold is the starting fragment in the sentence. You need to rearrange the rest of the part in meaningful sequence and choose the option that gives the correct sequence. Okay. നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരു ഫ്രാഗ്മെന്റ്, ഒരു സെന്റൻസ് that is ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെയാണ്, റീഅറേഞ്ച് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്ത ശേഷം വിച്ച് വൺ വിൽ ബി ദ റൈറ്റ് ഓപ്ഷൻ എന്ന് നോക്കാം. ഇനി ഇവിടെയും നമുക്ക് എന്താണ്, ഇൻ കേസ് ഇത് റൈറ്റ് ഓർഡറിലാണ് കിടക്കുന്നത്, ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല എങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? നൺ ഓഫ് ദ എബവ് അല്ലെങ്കിൽ നോ അറേഞ്ച്മെന്റ് നീഡഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്കൊന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 5 പാർട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡിവൈഡഡ് ഇൻറ്റു 5 പാർട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 5 പാർട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിനെ എങ്ങനെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നു നോക്കാം. ക്ലിയർ അല്ലേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. Those who are on wrong side of caste, religion and ethnicity articulate an intersectional politics of hope that insist. Okay, now that the LGBTQ persons are formally being called on forms of emancipation that do not exclude into full-fledged sexual relationship, how does the queer moment? Okay, നമുക്ക് തന്നിരിക്കുന്നത് ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ടാണ്. നമുക്കിത് വായിക്കുമ്പോൾ കറക്റ്റ് മീനിങ് ഒന്നും കിട്ടുന്നില്ല, ഫ്രാഗ്മെന്റ്സ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഓരോ സെഗ്മെന്റ്സ് ഒന്ന് നോക്കാം. Those who are on the wrong side of caste, religion and ethnicity, that is the segment A. Articulate an intersectional politics of hope that insist, അതാണ് ഓപ്ഷൻ ബി അല്ലെങ്കിൽ സെഗ്മെന്റ് ബി എന്ന് പറയുന്നത്. Now that LGBTQ persons are formally being called, okay, അതൊരു സെഗ്മെന്റ് ആണ്. On forms of emancipation that do not exclude, okay, അതൊരു സെഗ്മെന്റ് ആണ്. Into full-fledged sexual citizenship, now does the queer movement, okay, that is the D segment. ക്ലിയർ ആണോ? ഒന്നുകൂടി വായിച്ചു നോക്കാം വേണമെങ്കിൽ. Those who are on a wrong side of caste, religion and ethnicity articulate an intersectional politics of hope that insist, now that the LGBTQ persons are formally being called on forms of emancipation that do not exclude into full-fledged sexual relationship, how does the queer movement? Okay, അതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് സപ്പോസ് ടു ബി ദ ഫസ്റ്റ് വൺ. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രാഗ്മെന്റ് സെന്റൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന അണ്ടർലൈൻ ആയിട്ട് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ അതിന്റെ
ബാലൻസ് അല്ലെങ്കിൽ ഇതിന്റെ ബാലൻസ് ഫോം കണ്ടുപിടിക്കാനായിട്ട്. സോ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി, നൗ ദാറ്റ് ദ LGBTQ persons ആർ formally being called. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് എന്താണെന്ന് നോക്കാം. Now that the LGBTQ persons are formally being called. ഇനി ഈ കോൾഡ് കഴിഞ്ഞിട്ടുള്ള സെഗ്മെന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്തത് എന്തായിരിക്കും? സെഗ്മെന്റ് എയുടെ സ്റ്റാർട്ടിങ് നോക്കുക. കോൾഡ് ദോസ് ഹു ആർ എന്ന് പറയുമോ? The LGBTQ persons are formally being called those who are എന്ന് പറയില്ല. അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ സെഗ്മെന്റ് എ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് പറയില്ല. കോൾഡ് ആർട്ടിക്കുലേറ്റ് ആൻഡ് ഇന്റർസെക്ഷണൽ എന്ന് പറയുമോ? അതും പറയില്ല. സോ സെഗ്മെന്റ് ബിയും അല്ല നമ്മുടെ വരേണ്ടത്. കോൾഡ് ഓൺ ഫോംസ് ഓഫ് എമാൻസിപ്പേഷൻ എന്നും നമുക്ക് പറയാൻ പറ്റില്ല, സിയും അല്ല. കോൾഡ് ഇൻ ടു ഫുൾ ഫ്ലെഡ്ജ് സെക്ഷൽ റിലേഷൻഷിപ്പ്, ഹൗ ഡസ് ദ ക്യൂർ എ മൊമെന്റ്? ഓക്കെ, സോ നമുക്ക് കോൾഡ് ഇൻ ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓൾറെഡി നൗ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് അല്ലെങ്കിൽ ദിസ് ഇസ് ദ സെക്കൻഡ് ഫ്രാഗ്മെന്റ് എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് സെഗ്മെന്റ് എന്ന് നമുക്ക് ഓപ്ഷൻ ഡിനെ അസ്യൂം ചെയ്ത് വെക്കാം. ഇനി ഇൻ ടു ഫുൾ ഫ്ലെഡ്ജ് സെക്ഷൽ റിലേഷൻഷിപ്പ്, ഹൗ ഡസ് ദ ക്യൂർ മൊമെന്റ്? ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട് നമുക്ക് എന്ത് തുടങ്ങാൻ പറ്റും? ഏത് സെഗ്മെന്റ് നോക്കാം? ദോസ് ഹു ആർ ഓൺ ദ റോങ് സൈഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്ന നമ്മുടെ ആർട്ടിക്കുലേറ്റ് ആൻഡ് ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സ് ഓഫ് ഹോപ്പ് ദാറ്റ് ഇൻസിസ്റ്റ്. ഓക്കെ, ആർട്ടിക്കുലേറ്റ് ആൻഡ് ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സ് ഓഫ് ഹോപ്പ് ദാറ്റ് ഇൻസിസ്റ്റ് എന്ന് പറയുന്ന ബി സെഗ്മെന്റ് നമുക്കുണ്ട്. ഓൺ ഫോംസ് ഓഫ് എമാൻസിപ്പേഷൻ ദാറ്റ് ഡസ് നോട്ട് എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന സി ഓപ്ഷനും നമുക്കുണ്ട്. നമുക്ക് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ബി സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇത് തേർഡ് പാർട്ടായിട്ട് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, ബി സെഗ്മെന്റിനെ തേർഡ് പാർട്ടായിട്ട് അസ്യൂം ചെയ്യാണ്. ആർട്ടിക്കുലേറ്റ് ആൻഡ് ഇന്റർസെക്ഷണൽ പൊളിറ്റിക്സ് ഓഫ് ഹോപ്പ് ദാറ്റ് ഇൻസിസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി രണ്ട് സെഗ്മെന്റ്സ് ബാലൻസ് ഉള്ളത് എ സെഗ്മെന്റും സി സെഗ്മെന്റുമാണ്. On forms of emancipation that do not exclude those who are on the wrong side of caste, religion and ethnicity. Okay, so C പാർട്ടിനെ നമ്മൾ ഫോർത്ത് ആയിട്ടും എ സെഗ്മെന്റിനെ ഫിഫ്ത്ത് ആയിട്ടും നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ഹോൾ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. Now that LGBTQ persons are formally being called into full-fledged sexual relationship. Okay, then articulate an intersectional politics of hope that insist on form of emancipation that do not exclude those who are on wrong side of caste. Clear? So here right orderൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഡി സെഗ്മെന്റിനെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഓൾറെഡി നമുക്ക് ഫിക്സ്ഡ് സെഗ്മെന്റ് ഉണ്ട്. ഡി സെഗ്മെന്റിനെ സെക്കൻഡ് പാർട്ടായിട്ടും ബി സെഗ്മെന്റിനെ സെക്കൻഡ് പാർട്ടായിട്ട് തേർഡ് പാർട്ടായിട്ടും ദെൻ സി സെഗ്മെന്റിനെ ഫോർത്ത് പാർട്ടായിട്ടും ഫിഫ്ത്ത് പാർട്ടായിട്ട് എ സെഗ്മെന്റിനെയും എടുക്കുമ്പോൾ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഫുൾ സെന്റൻസ് കിട്ടുന്നുണ്ട്. സോ ഹിയർ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നൺ ഓഫ് ദ എബവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ദെൻ നോക്കുമ്പോൾ സിയിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിയിലല്ല, എയിലുമല്ല. സോ ഓൺലി ഓപ്ഷൻ എ ഈസ് റൈറ്റ് ഹിയർ. ക്ലിയർ? നമ്മൾ കറക്റ്റ് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് ഡി ബി സി എ എന്നുള്ളതാണ്. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. Direction for question number 3. In this question, the sentence has been divided into 5 parts. The part given as bold is starting fragment of the sentence.
you need to rearrange the rest of the part in a meaningful sequence and choose the option that gives the correct sequence. Clear? നമുക്കിവിടെ 5 ഓപ്ഷൻസ് ആയിട്ട് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത സെയിം ഫോമാറ്റിൽ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റിനെ, സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് തന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ കറക്റ്റ് അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് ഓർഡർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. സോ ഇനി നമുക്ക് നമ്മുടെ സെന്റൻസിലേക്ക് മൂവ് ചെയ്യാം. An ideological campaign against state's role, thereby setting the tone of reducing, to open the space for different forms of privatization and financialization, was necessarily and successfully demonized the state's responsibilities towards its citizen. Okay? ഇതാണ് തന്നിരിക്കുന്ന ഫ്രാഗ്മെന്റഡ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഗിവൺ ഒരു സ്റ്റേറ്റ്മെന്റ് ഫിക്സ്ഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രാഗ്മെന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് to open the space for different forms of privatization എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓപ്പണിംഗ് ഫ്രാഗ്മെന്റ്, ഫസ്റ്റ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് to open the space for different forms of privatization and financialization. ഒരു പ്രൈവറ്റൈസേഷനും ഫിനാൻഷ്യലൈസേഷനും വേണ്ടിയിട്ട് ഒരു സ്പേസ് ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്പേസ് ഓപ്പൺ ചെയ്യാൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ ഗിവൻ ഹിയർ. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഏതൊക്കെ സെഗ്മെന്റ്സ് ആണ് വരേണ്ടതെന്ന് നോക്കാം. സെഗ്മെന്റ് എ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻ ഐഡിയോളജിക്കൽ ക്യാമ്പയിൻ എഗൻസ്റ്റ് സ്റ്റേറ്റ്സ് റോൾ. ഓക്കെ, ആൻ ഐഡിയോളജിക്കൽ ക്യാമ്പയിൻ എഗൻസ്റ്റ് സ്റ്റേറ്റ്സ് റോൾ എന്നുള്ളതാണ് സെഗ്മെന്റ് എ പറയുന്നത്. thereby setting the tone for reducing എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ബി അല്ലെങ്കിൽ സെഗ്മെന്റ് ബി എന്നുള്ളത്. സി എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് പറയുന്നത് was necessarily and successfully demonized the state എന്ന്. ആൻഡ് സെഗ്മെന്റ് സി ഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഇറ്റ്സ് സിറ്റിസൺസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതാണ് സ്റ്റാർട്ടിംഗ് ഫ്രാഗ്മെന്റിന്റെ ബാലൻസ് ആയിട്ട് കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ വേണം. അത് ഏതാണെന്ന് നോക്കാം. To open the space for different forms of privatization and financialization, then was necessarily എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് thereby stating, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഒരു പ്രൈവറ്റൈസേഷനും ഫിനാൻഷ്യലൈസേഷനും വേണ്ടിയിട്ട് എന്ത് വേണം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ആൻ ഐഡിയോളജി ക്യാമ്പയിൻ എഗൻസ്റ്റ് സ്റ്റേറ്റ്സ് റോൾ. അത് നമുക്ക് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ എ എന്നുള്ളത് ഫസ്റ്റ് ഫ്രാഗ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടൊന്ന് നോക്കാം. സെക്കൻഡ്, ഇനി അതിന്റെ ബാലൻസ് എന്താണ് നമുക്ക് വേണ്ടത്. an ideological campaign against states role. ഇനി ബാലൻസ് രണ്ടെണ്ണം ഉള്ളതിൽ സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സ് റോൾ കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമോ? പറയാൻ പറ്റില്ല. സോ thereby setting the tone for reducing. പിന്നെ ഉള്ളത് was necessarily എന്നുള്ളതാണ്. ഡി ഓപ്ഷൻ നമുക്ക് ഡി സ്റ്റേറ്റ്മെന്റ് വരില്ല. സ്റ്റേറ്റ്സ് റോൾ thereby setting the tone for reducing എന്നുള്ള ബി സെഗ്മെന്റും സി സെഗ്മെന്റ് എന്താണ് was necessarily and successfully demonized in the state. Okay, so ഓപ്ഷൻ സിനെ നമുക്ക് സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് ചൂസ് ചെയ്യാം. ക്ലിയർ? സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് ഓപ്ഷൻ സിനെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഒന്ന് വായിച്ചു നോക്കാം. ടു ഓപ്പൺ ദ സ്പേസ് ഫോർ ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഫിനാൻഷ്യലൈസേഷൻ, an ideological campaign against states role was necessary and it successfully demonized the state. And സ്റ്റേറ്റിന് ശേഷം വരേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് thereby setting the tone for reducing ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ആണോ? ഓൾറെഡി നമ്മളുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യുന്നത്
ദെൻ എഗെയിൻ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യില്ല, പകരം എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? thereby setting the tone of reducing. So ഈ സെഗ്മെന്റ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് തേർഡ് സെഗ്മെന്റ് ആയിട്ടും പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉള്ളൂ, ദാറ്റ് ഇസ് ഫോർത്ത് സെഗ്മെന്റ്. ഓക്കെ, സോ ഇനി ഒന്ന് നമുക്ക് വായിച്ചു നോക്കിയാലോ, കറക്റ്റ് മീനിങ് കിട്ടുന്നുണ്ടോ, മീനിങ് ആണോ എന്ന് നോക്കാം. To open the space for different forms of privatization and financialization, an ideological campaign against state's role was necessarily, and it successfully demonized the state, thereby setting the tone for reducing state's responsibility towards its citizens. Clear? So ഈ ഒരു സെന്റൻസ് ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് എയും തേർഡ് സെഗ്മെന്റ് ആയിട്ട് സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് എയും തേർഡ് സെഗ്മെന്റ് ആയിട്ട് സിയും ഫോർത്ത് സെഗ്മെന്റ് ആയിട്ട് ബിയും ആൻഡ് ഫിഫ്ത്ത് സെഗ്മെന്റ് ആയിട്ട് ഡിയും നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് സെഗ്മെന്റ് വന്നിരിക്കുന്നത് എ, സെക്കൻഡ് സെഗ്മെന്റ് വന്നിരിക്കുന്നത് സി, തേർഡ് സെഗ്മെന്റ് വന്നിരിക്കുന്നത് ബി ആൻഡ് ഫോർത്ത് സെഗ്മെന്റ് വന്നിരിക്കുന്നത് ഡി. ഓക്കെ, എ സി ഡി ബി എന്നുള്ള ഓർഡറിലാണ് നമുക്ക് റീഅറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത്. സോ ഇനി നമുക്കിത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡി സി ബി എ, ഓപ്ഷൻ ബി എ ബി ഡി സി, ഓപ്ഷൻ സി എ സി ബി ബി, ഓപ്ഷൻ ഡി ബി സി ഡി എ ആൻഡ് ഓപ്ഷൻ ഇ സി ഡി എ ബി. നമുക്ക് കിട്ടിയ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എ സി ബി ഡി എന്ന് പറയുന്ന തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ സി ഓപ്ഷൻ ആണ്. സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? ഇനി സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? To open the space for different forms of privatization and financialization. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണവും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യലൈസേഷന്റെയും ഭാഗമായിട്ട് എന്ത് ഡിഫറെന്റ് ഫോംസിലേക്ക് സ്പേസ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ വേണ്ടത്? ആൻ ഐഡിയോളജിക്കൽ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് സ്റ്റേറ്റ്സ് റോൾ. സ്റ്റേറ്റിന്റെ റോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഐഡിയോളജിക്കൽ ക്യാമ്പയിൻ ആവശ്യമാണ്. ആൻഡ് ദാറ്റ് വാസ് നെസസറി ആൻഡ് ഇറ്റ് സക്സസ്ഫുള്ളി demonized the state. അത് നെസസറിയുമായിരുന്നു ആൻഡ് ഇറ്റ് സക്സസ്ഫുള്ളി ഡിമോണൈസ്ഡ്, സ്റ്റേറ്റിന്റെ റോളിനെ ഇടിച്ച് താഴ്ത്താൻ സഹായിച്ചു. വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് അത് സ്റ്റേറ്റിന്റെ റോളിനെ ഇടിച്ച് താഴ്ത്തി. ആൻഡ് thereby setting the tone of reducing state's responsibility towards its citizens. അതുവഴി ഓക്കെ ഇങ്ങനെ സ്റ്റേറ്റിന്റെ റോള് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റോളിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തി സ്റ്റേറ്റിനെ ഡിമോണൈസ് ചെയ്യുന്നത് വഴി സിറ്റിസൺസിലുള്ള സ്റ്റേറ്റിന്റെ റോളിനെ ഇത് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആയിട്ടൊരു മീനിങ് ഫുൾ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റിയത്. ക്ലിയർ അല്ലേ? സോ ഹിയർ ദ ഫൈനൽ ഓപ്ഷൻ ഇസ് എ, C, B and D. I hope it is clear for you. Next question നോക്കാം. Before moving to the question, നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു 3 questions ഡിസ്കസ് ചെയ്തു. ഈ 3 questions ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ജംബിൾഡ് സെന്റൻസ്, അതായത് ഒരു ജംബിൾഡ് പാരഗ്രാഫ്, ഒരു ഹോൾ പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് വളരെ ജംബിൾഡ് ഓർഡറിൽ മീനിങ് ഫുൾ അല്ലാത്ത രീതിയിൽ കിട്ടിക്കഴിയുമ്പോൾ അത് എങ്ങനെ വേണം കൊഹിറൻസ് വെച്ചിട്ട് നമ്മൾ അത് കണക്ട് ചെയ്യാൻ എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഫ്രാഗ്മെന്റ്സ് സിംഗിൾ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക ആൻഡ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി വരുന്ന ഫ്രാഗ്മെന്റ്സിനെ മാർക്ക് ചെയ്ത് പോയി. ഓക്കെ, ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഫ്രാഗ്മെന്റ്സിനെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് എഴുതി നോക്കുമ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് ഒരു സെന്റൻസ് ആണ് എങ്കിൽ ആ ഓപ്ഷൻ നമുക്ക് എന്തിൽ നിന്ന് ചൂസ് ചെയ്യാം? ആൻസർ ആ ഗിവൺ ഓപ്ഷൻസിൽ നിന്ന് നമുക്കത് ചൂസ് ചെയ്യാം. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദി എബവ് അല്ലെങ്കിൽ നോ അറേഞ്ച്മെന്റ് റീഡഡ് എന്നൊക്കെ പറയുന്ന ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓപ്ഷൻ, നൺ ഓഫ് ദി എബവ് എന്നോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓപ്ഷൻ കിടക്കുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും.
ഓഫ് കോഴ്സ് നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ റൈറ്റ് ആണെങ്കിൽ ആൻസറിലത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്ന ആൻസറും റൈറ്റ് ആണെങ്കിൽ അവിടെ കിട്ടും. ഓക്കെ, എനിവേ നമ്മൾ ഒരു സെന്റൻസ് ജംബിൾ ഓർഡറിൽ കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഫ്രാഗ്മെന്റ് ആദ്യം കണ്ടുപിടിക്കുക. ആൻഡ് ദെൻ അതിനോട് കണക്ഷനുള്ള കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഅറേഞ്ച് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അത് റീഅറേഞ്ച് ചെയ്യുക ആൻഡ് ദെൻ ഫൈൻഡ് ദ റൈറ്റ് ഓപ്ഷൻ. ക്ലിയർ? സോ എനിക്കറിയാം എസ് എസ് സിയുടെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് വീഡിയോസ് കാണുന്നുണ്ടാകും. യു ആർ ഇൻവൈറ്റഡ് ടു ജോയിൻ അവർ ക്ലാസ്സസ്. എക്സാംസ് ഡെയിലിയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. എക്സാംസ് ഡെയിലിയുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിന്റെ ഒരു സ്പീഡ് കിട്ടത്തുള്ളൂ. നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ, എക്സാംസിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നല്ല പ്രാക്ടീസ് ആവശ്യമുണ്ട്. സോ വി ആർ ഗിവിംഗ് a perfect practice for question answer sessions. So here you can join in this given number and practice thoroughly for exams. Okay, നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജംബിൾഡ് സെന്റൻസ് ആണ്. അതായത് ഒരു സെന്റൻസിനെ റീഅറേഞ്ച് ചെയ്ത് ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുന്ന ഒരു സെന്റൻസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് മീനിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റും. ആൻഡ് ആ ഒരു പ്രോസസ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രാക്ടീസ് സെഷനിൽ നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 4th ക്വസ്റ്റ്യൻ നോക്കാം. In this question, a sentence has been divided into 5 parts. The part given as bold is the starting fragment of the sentence. You need to rearrange the rest of the parts in meaningful sequence and choose the option that gives the correct sequence. Okay, നമുക്ക് 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. 5 സെഗ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ. ആൻഡ് വി ഹാവ് ടു റീഅറേഞ്ച് ആൻഡ് ഫൈൻഡ് ദ റൈറ്റ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. Lay crippled as circle of destruction widened with the state tottering under, submerged by flood waters, cities and villages. The worst floods in the history. Resurgent monsoon brought Kerala into its knees on Wednesday. Okay, അതാണ് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് സെഗ്മെന്റ് എ എന്ന് പറയുന്നത് lay crippled as circle of destruction widened. സെഗ്മെന്റ് ബി എന്ന് പറയുന്നത് with the state tottering under. സി എന്ന് പറയുന്നത് submerged by flood waters, cities, villages. ഡി സെഗ്മെന്റ് എന്ന് പറയുന്നത് the worst floods in the history. ക്ലിയർ? ഇനി ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഈ ഒരു ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ദ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓപ്പണിംഗ് ഫ്രാഗ്മെന്റ് ആണ് ഓപ്ഷൻ എ അല്ലെങ്കിൽ ഫൈനൽ തന്നിരിക്കുന്ന സെഗ്മെന്റ്. 5 സെഗ്മെന്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എ സെഗ്മെന്റ് കണ്ടു, ബി സെഗ്മെന്റ് കണ്ടു, സി സെഗ്മെന്റ് കണ്ടു, ഡി സെഗ്മെന്റ് കണ്ടു. ആൻഡ് ഫൈനൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് ഫസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ലാസ്റ്റ് ഫ്രാഗ്മെന്റ് ആണ്. ഒന്ന് വായിച്ചു നോക്കാം. Resurgent monsoon brought Kerala into its knees on Wednesday. Okay, നമുക്കറിയാം നമ്മുടെ ഫ്ലഡിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. Resurgent monsoon brought Kerala into its knees on Wednesday. കേരളത്തിനെ മുട്ടുകുത്തിച്ചു എന്നാണ് പറയുന്നത് ഓൺ ആ വെനസ്ഡേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫ്രാഗ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എ സെഗ്മെന്റ് നോക്കാം. lay crippled as circle of destruction widened. എങ്ങനെ വരണം? resurgent monsoon brought Kerala to its knees on Wednesday, lay crippled as circle of destructions widened.
അല്ലെങ്കിൽ വെനസ്ഡേ കഴിഞ്ഞ് എന്ത് വരണം? വിത്ത് ദ സ്റ്റേറ്റ് ടോട്ടറിങ് അണ്ടർ, അല്ലെങ്കിൽ സബ്മർജ്ഡ് ബൈ ഫ്ലഡ് വാട്ടേഴ്സ് സിറ്റീസ് വില്ലേജസ്, അല്ലെങ്കിൽ വെനസ്ഡേ ദ വേഴ്സ്റ്റ് ഫ്ലഡ് ഇൻ ദ ഹിസ്റ്ററി. ഓക്കെ, നമുക്ക് ഓപ്ഷൻ എ ആണ് കുറച്ചുകൂടി എന്തായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട്. വെനസ്ഡേ നമ്മളെ മുട്ട് കുത്തിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കൊടുക്കാവുന്ന ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലേ ക്രിപ്പിൾഡ് എന്ന് പറയുന്ന ഇതാണ്. സോ നമുക്കത് സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. സോ എങ്ങനെ വരും? Resurgent monsoon brought Kerala into its knees on Wednesday, lay crippled as the circle of destruction widened. ഓക്കെ, നമ്മളെ മുട്ടുകുത്തിച്ചെഴയിക്കുകയും ആ ഒരു ഡിസ്ട്രക്ഷൻ ഒരുപാട് വൈഡൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, വെനസ്ഡേ ലേ ക്രിപ്പിൾഡ് എന്ന് പറയില്ല, സോറി ഫോർ ദാറ്റ്. നമുക്ക് ആ ഓപ്ഷൻ അവിടെ വേണ്ടാന്ന് വെക്കാം. ഓപ്ഷൻ ബി എന്ന് നോക്കിക്കേ, വിത്ത് സ്റ്റേറ്റ് ടോട്ടറിങ് അണ്ടർ. ഓക്കെ, ഓപ്ഷൻ ബി സബ്മർജ്ഡ്. അപ്പോൾ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുറച്ചുകൂടി തോന്നുന്നത് സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ടാണ്. ബി എന്ന സെഗ്മെന്റ് നോക്കിക്കേ, resurgent monsoon brought Kerala into its knees on Wednesday with state tottering under. Okay, with state tottering under. അപ്പോൾ നമുക്ക് ബി എന്ന ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എ എന്ന് പറയുന്ന സെഗ്മെന്റ് എടുത്തു കഴിയുമ്പോൾ അതിനൊരു കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്യുന്നില്ല. ക്രിപ്പിൾഡ് എന്ന വാക്ക് കണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് ചൂസ് ചെയ്തതെങ്കിലും അതിന് ഒരു കൊഹിറൻസ് അവിടെ കിട്ടുന്നില്ല. സോ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാം. ആൻഡ് അണ്ടർ എന്നതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട നെക്സ്റ്റ് സെഗ്മെന്റ് ഏതായിരിക്കും? സബ്മർജ്ഡ് ബൈ ഫ്ലഡ് വാട്ടേഴ്സ് സിറ്റീസ് ആൻഡ് വില്ലേജ് അതാണോ, അല്ലെങ്കിൽ ദ വേഴ്സ്റ്റ് ഇൻ ദ ഹിസ്റ്ററി എന്നാണോ, ലേ ക്രിപ്പിൾഡ് ആസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണോ? നമുക്ക് കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ കറക്റ്റ് കൊഹിറൻസ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് 3 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കിക്കേ. Resurgent monsoon brought Kerala into its knees on Wednesday with state tottering under the worst flood in its history. Okay, so അത് തേർഡ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. Then ഇനി ഫോർത്ത് സെഗ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് സി എന്ന സെഗ്മെന്റും എ എന്ന സെഗ്മെന്റുമാണ്. എ എന്ന സെഗ്മെന്റ് നോക്കാം. The worst flood in the history lay crippled as the circle of destruction widened. Okay, then history submerged by flood waters. നമുക്ക് ഈ ഡി എന്ന ഓപ്ഷന് ശേഷം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ വരുന്നത് ഓപ്ഷൻ എ ആണ്, സെഗ്മെന്റ് എ ആണ്. സോ അത് ഫോർത്ത് വൺ ആയിട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ദിസ് വൺ വിൽ ബി ദ ഫൈനൽ വൺ. ക്ലിയർ? ഇനി നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പൊ നമുക്ക് 1, 2, 3, 4 എന്നുള്ള 5 സെഗ്മെന്റ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് a resurgent monsoon brought Kerala into its knees on Wednesday, submerged by with the state tottering under the worst flood in the history, lay crippled as the circle of destruction widened, submerged by flood waters cities and village. Okay, clear? So എങ്ങനെ വരും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് resurgent monsoon brought Kerala into knees on Wednesday, അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? with the state tottering under, that is the B. Okay, then next one എന്താണ്? the worst flood in its history, that is D, and fourth one A, and fifth one C. B, D, A, C എന്നുള്ള ഓപ്ഷൻ നോക്കുക. നമുക്ക് ഇതിന്റെ മീനിങ് ഒന്ന് നോക്കാം. Resurgent monsoon brought Kerala to its knees on Wednesday, with the state tottering under the worst flood in the history, lay crippled as circle of destruction widened,
submerged by floodwaters, cities and a village. Okay, ഇപ്പൊ നമുക്കത് മീനിങ് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരു റീസർജന്റ് മൺസൂൺ കേരളത്തിനെ എന്തിലേക്ക് എത്തിച്ചു എന്നാ പറയുന്നത്? ബ്രോട്ട് കേരള ഇൻ ടു ഇറ്റ്സ് നീസ്. കേരളത്തിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് എന്താക്കി? സ്റ്റേറ്റിനെ ഹോൾ സ്റ്റേറ്റിനെ ടോട്ടറിങ് അണ്ടർ ദ വേഴ്സ്റ്റ് ഫ്ലഡ് ഇൻ ദ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ വെച്ച് ഏറ്റവും വലിയ ഫ്ലഡിന്റെ അണ്ടറിലാക്കി ഒരു സ്റ്റേറ്റിനെ മാറ്റി. എങ്ങനെ? lay crippled as the circle of destruction widened, submerged by flood water cities and villages. ഫ്ലഡ് വാട്ടേഴ്സ് സിറ്റീസിലും വില്ലേജിലും എല്ലാം സബ്മേജ് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും അടിച്ചു താഴ്ത്തിക്കൊണ്ട് ഡിസ്ട്രക്ഷനെ വൈഡ് സർക്കിളാക്കി മാറ്റി. ക്ലിയർ? നമുക്ക് ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ വായിക്കുമ്പോൾ ഫസ്റ്റ് സെഗ്മെന്റ് ഈ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ടിംഗ് സെഗ്മെന്റിനെ നിർത്തിക്കൊണ്ട് ഈ ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടി. ക്ലിയർ? സോ ദിസ് ഇസ് ദ റൈറ്റ് ഓർഡർ ഫോർ ദിസ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 5 ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് CABD. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ACBD. തേർഡ് ഓപ്ഷൻ ഇസ് BDAC. ഫിഫ്ത് ഓപ്ഷൻ ഇസ് ADBC. and fifth option is BADC. നമുക്ക് തന്നിരിക്കുന്നത് BDAC എന്നുള്ളതാണ്. അത് ഓപ്ഷൻ സി ആണ്. BADC എന്നല്ല, BDAC. ഓക്കെ, കറക്റ്റ് ആണ്. BADC എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. BDAC എന്നുള്ളതാണ് ഫിഫ്ത് ഓപ്ഷനും തേർഡ് ഓപ്ഷനും തമ്മിലുള്ളത്. So right option is third option. Option C is the right order for this whole statement. Clear അല്ലേ? നമ്മൾ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ കണക്ട് ചെയ്ത് നമ്മളൊരു ഓർഡർ, കറക്റ്റ് ഓർഡർ റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്തത്. ആൻഡ് ദെൻ വി വിൽ ഫൈൻഡ് ദ ആൻസർ. ക്ലിയർ? നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ നമുക്ക് കിട്ടും. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് ടാസ്ക്. ക്ലിയർ ആണോ? We can discuss one more question. Question number 5. In this question, a statement has been divided into 5 parts. The part given as bold as the starting fragment of sentence. You need to rearrange the rest of the parts in a meaningful sequence and choose the option that gives the correct sequence. Okay? ഇനി നമുക്ക് നോക്കാം. Prime Minister Narendra Modi's announcement on Independence Day that Ayushman Bharat will be launched formally on September 25th and September 25 sends out the signal that government is finally recognizing the link between our national health protection mission, health care and economic development. That is the given statement. നമുക്ക് ഫസ്റ്റ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ? Prime Minister Narendra Modi's announcement on Independence Day that Ayushman Bharat. അത്രയും വരെയാണ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഫ്രാഗ്മെന്റ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്പണിംഗ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇനി സെഗ്മെന്റ് എ എന്ന് പറയുന്നത് will be launched formally on September 5 sends out the signal that the government എന്നുള്ളതാണ്. എ സെഗ്മെന്റ് ഈസ് ഫൈനലി റെക്കഗ്നൈസിംഗ് ദ ലിങ്ക് ബിറ്റ്വീൻ എന്നുള്ളത് ബി എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. ഓർ ദ നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് ഡി എന്ന് പറയുന്ന സെഗ്മെന്റ്. ക്ലിയർ ആണോ? സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്പണിംഗ് സെഗ്മെന്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഒന്ന് വായിച്ചു നോക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിസ് അനൗൺസ്മെന്റ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ ദാറ്റ് ആയുഷ്മാൻ ഭാരത് വിൽ ബി ലോഞ്ച്ഡ്, വിൽ ബി എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളത് നെക്സ്റ്റ് വൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം, സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി നമുക്കൊന്ന് നോക്കിയാലോ.
Prime Minister Narendra Modi's announcement on Independence Day that Ayushman Bharat will be launched formally on September 25th sends out signals that the government അവിടെ ഒരു കൊഹിറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓൺ സെപ്റ്റംബർ 25th എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയില്ല. സോ സെക്കൻഡ് വൺ എ ഓപ്ഷൻ അല്ല. ഈസ് ഫൈനലി ഭാരത് ഈസ് ഫൈനലി റെക്കഗ്നൈസിങ് ദ ലിങ്ക് ബിറ്റ്വീൻ എന്നും നമുക്ക് പറയില്ല. തേർഡ് ഓപ്ഷൻ നോക്കിക്കേ, സി ഓപ്ഷൻ നോക്കിക്കേ, ഓർ ദ നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ. ഓക്കെ, ഓപ്ഷൻ സി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി ഒന്ന് നോക്കാം. Prime Minister Narendra Modi's announcement on Independence Day that Ayushman Bharat or the National Health Protection Mission. ആയുഷ്മാൻ ഭാരത് എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഓർ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നുള്ളത്. സോ ഓപ്ഷൻ സി എന്നുള്ള സെഗ്മെന്റ് സി എന്നുള്ളത് രണ്ടാമത്തെ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി മിഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേർഡ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് വൺ ഏതായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? വിൽ ബി ലോഞ്ച്ഡ് ഫോർമലി ഓൺ സെപ്റ്റംബർ 25th സെൻസ് ഔട്ട് ദ സിഗ്നൽ ദാറ്റ് ഗവൺമെന്റ് എന്നുള്ളതാണോ? ഈസ് ഫൈനലി റെക്കഗ്നൈസിങ് ദ ലിങ്ക് ബിറ്റ്വീൻ എന്നുള്ളതാണോ? ഹെൽത്ത് കെയർ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണോ? ഓർ നാഷണൽ ഹെൽത്ത് പെർമിഷൻ മിഷൻ വിൽ ബി ലോഞ്ച്ഡ് എന്നാണോ? ഈസ് ഫൈനലി റെക്കഗ്നൈസിങ് എന്നുള്ളതാണോ? നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് വിൽ ബി ലോഞ്ച്ഡ് ഫോർമലി എന്നുള്ള ഓപ്ഷനാണ്. സോ എ എന്ന് പറയുന്ന സെഗ്മെന്റിന് നമുക്ക് തേർഡ് വൺ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇങ്ങനെ വരും സ്റ്റേറ്റ്മെന്റ്. Prime Minister Narendra Modi's announcement on Independence Day that Ayushman Bharat or National Health Protection Mission will be launched formally on September 25th sends out signals that government then is finally recognizing the link between ആണോ ഹെൽത്ത് ഗവൺമെന്റ് കഴിഞ്ഞിട്ട് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് നമുക്ക് വരില്ല. ആ ഒരു പ്രപ്പോസിഷന്റെ ആവശ്യം നമുക്കുണ്ട്. സോ ബി എന്ന് പറയുന്ന ഓപ്ഷന് നമുക്ക് ഫോർത്ത് വണ്ണും ഡി എന്ന് പറയുന്ന സെഗ്മെന്റ് ഓട്ടോമാറ്റിക്കലി ഫിഫ്ത്ത് വണ്ണും ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ആയുഷ്മാൻ ഭാരത് സെക്കൻഡ് വൺ നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓർ നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ വിൽ ബി ലോഞ്ച്ഡ് ഫോർമലി ഓൺ September 25th sends out the signals that government is finally recognizing the link between healthcare and economic development. Clear? ഇപ്പൊ നമുക്ക് മീനിങ്ഫുൾ ആയിട്ട് ഇത് കിട്ടി. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ്മെന്റ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ത് അനൗൺസ് ചെയ്തു എന്ന് പറയുന്നത് ഓൺ ഇൻഡിപെൻഡൻസ് ഡേയിൽ എന്ത് അനൗൺസ് ചെയ്തു? ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു മിഷനെ പറ്റി അനൗൺസ് ചെയ്തു. അതിന്റെ വേറൊരു പേരെന്താണ്? ഓർ നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷൻ. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ മിഷന്റെ പേര്, അതിന്റെ മറ്റൊരു പേരാണ് എന്ത്? ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൽ ബി ലോഞ്ച്ഡ് ഫോർമലി ഓൺ September 25th send out the signals that government is finally recognizing link between ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഗവൺമെന്റ് ഒരു ലിങ്ക് ഇത് എപ്പോ വിൽ ബി ഫോർമലി ലോഞ്ചിങ് ഓൺ September 25th ലോഞ്ച് ചെയ്യുന്ന ഈ ഒരു പരിപാടി എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ് ടു ഫൈനലി റെക്കഗ്നൈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഹെൽത്ത് കെയറും എക്കണോമിക്കൽ ഡെവലപ്മെന്റിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ രണ്ടും തമ്മിലുള്ള ഒരു ലിങ്ക് ഗവൺമെന്റിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മിഷൻ, ഇങ്ങനെയൊരു ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു മിഷൻ ഗവൺമെന്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഈ ഒരു സെന്റൻസ് ഈ ഒരു ഓർഡറിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഓർഡർ കിട്ടുന്നുണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കൂടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? സി എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. എ എന്ന് പറയുന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റ്, ബി എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡി എന്ന് പറയുന്നത് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ്. സി, എ, ബി, ഡി എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ആയിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ, ഈ ഒരു ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? മീനിങ് ഫുൾ ആയിട്ട് ഒരു സെന്റൻസ് കിട്ടിയിരിക്കുന്നത്.
ക്ലിയർ അല്ലേ? സോ ഹിയർ നമ്മുടെ ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ CADB. CA കറക്റ്റ് ആണ്, പക്ഷെ D and B ആണ് വന്നിരിക്കുന്നത്. D വന്നിട്ട് B വരില്ല, സോ ദാറ്റ് ഇസ് റോങ്. ACBD എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. തേർഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ABCD, അതും റൈറ്റ് ആയിട്ടുള്ളതല്ല. ദെൻ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ADBC എന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത് ഓപ്ഷൻ ഇസ് CABD. CABD എന്നുള്ളത് ഫിഫ്ത് ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ E is the right answer here. ഈ ഒരു ഓർഡറിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മീനിങ് ഫുൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നിലനിർത്തിക്കൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ സിയും, തേർഡ് വൺ എയും, ഫോർത്ത് വൺ ബിയും ആൻഡ് ഫിഫ്ത് വൺ ഡിയും. അങ്ങനെയാണ് 5 സെഗ്മെന്റ്സ്. ഒരു സ്റ്റേറ്റ്മെന്റിനെ 5 സെഗ്മെന്റ്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 5 സെഗ്മെന്റ്സിനെയും നമ്മൾ കറക്റ്റ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഓർഡറിലാണ്, CABD എന്നുള്ള ഓർഡറിൽ. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻസേ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ്റെ നമ്പർ വളരെ ഷോർട്ട് ആയിരിക്കും, എന്നാലും നമ്മൾ ചെയ്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ മിക്ക ക്വസ്റ്റ്യൻസിലും നമ്മുടെ SSCയുടെ എക്സാംസിൽ മോസ്റ്റ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ജംബിൾഡ് സെന്റൻസ് അല്ലെങ്കിൽ ജംബിൾഡ് ഓർഡറിൽ കിടക്കുന്നതിന് റൈറ്റ് ഓർഡറിലാക്കുക എന്നുള്ളത്. ജംബിൾഡ് പാരഗ്രാഫിനെ റൈറ്റ് ഓർഡറിലാക്കുക, ജംബിൾഡ് സെന്റൻസിനെ റൈറ്റ് ഓർഡറിലാക്കുക എന്നുള്ളത് നമ്മൾ കാണുന്ന വളരെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. So here we discussed 5 questions today. എങ്ങനെയാണ് നമ്മൾ അഞ്ചിന്റെയും ആൻസർ കണ്ടുപിടിച്ചത്? നമുക്ക് ജംബിൾഡ് ഓർഡറിൽ കിടന്നിരുന്നതിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആദ്യം കണ്ടുപിടിക്കാം. ഇഫ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ ദ സെന്റൻസ്, നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി ഉള്ള ഏത് സ്റ്റേറ്റ്മെന്റിനാണ് ഇതിന്റെ കണ്ടിന്യൂറ്റി വരുന്നത്, ഏതിന്റെ കൂടെയാണ്, പ്രപ്പോസിഷൻ ആണോ ആഡ് ചെയ്യേണ്ടത്? ഓൾറെഡി നമ്മൾ പാർട്സ് ഓഫ് ദ സ്പീച്ചും എങ്ങനെയാണ് ഒരു സെന്റൻസിനെ ഓർഡർ ആക്കേണ്ടതെന്നും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു കൊഹിറൻസ്, കണക്ഷൻ എവിടെ കിട്ടുന്നു എന്നുള്ളത് കണ്ടുപിടിച്ച ശേഷം ആ ഓരോ സെഗ്മെന്റിനും നമ്പർ ഇട്ട് കൊടുത്തു. നമുക്ക് 4 സെഗ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 നമ്പർ ഇടും, അല്ലെങ്കിൽ 5 സെഗ്മെന്റ്സ് ആണെങ്കിൽ എത്ര നമ്പർ ഇടും. അങ്ങനെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടിന്യൂവേഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഫൈനലി നമ്മൾ എടുത്തെഴുതുമ്പോൾ ഏത് ഓർഡറിലാണോ ആ സെന്റൻസിന് മീനിങ് ഫുള്ളിന് വരുന്നത്, മീനിങ് ഫുൾനെസ് അല്ലെങ്കിൽ ഒരു വേർഡ് ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് സെന്റൻസ് ആക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ നമ്മുടെ ആൻസറിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സോ ടു ഗെറ്റ് മോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് യു ക്യാൻ ജോയിൻ ഇൻ എക്സാംസ് ഡെയിലി. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് സെഷൻസ് അവൈലബിൾ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇതേപോലുള്ള ക്ലാസ്സസും ക്വസ്റ്റ്യൻസും പ്രാക്ടീസിനും വേണ്ടിയിട്ട് എക്സാംസ് ഡെയിലി നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് ഒരുക്കുന്നുണ്ട്. സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എക്സാംസ് ഡെയിലിയുടെ ക്ലാസ്സസിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് യു ക്യാൻ പ്രിപ്പയർ വെൽ ഫോർ SSC എക്സാംസ്. ഓക്കെ, ഇതേപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിപ്പറേഷൻസ് നടക്കട്ടെ. We will wind up for today. Thank you.